എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ വലിയ രീതിയിൽ വിജയിക്കുമ്പോൾ മറ്റൊരാൾ പരാജയപ്പെട്ടു പോകുന്നത്? ഒരു ബിസിനസ് ചെയ്യുന്ന ആളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അയാളുടെ മൈൻഡ് സെറ്റാണ്, അയാളുടെ മനസ്സാണ്. എങ്ങനെയാണ് ഒരാൾ ലോകത്തെ നോക്കിക്കാണുന്നത് എന്ന് തീരുമാനിക്കുന്ന ഘടകം അയാളുടെ മനസ്സാണ്. സോ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളൊരു നല്ല പ്രോഡക്റ്റോ നല്ലൊരു സർവീസോ അതിനുവേണ്ടി ബെസ്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയോ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം, എനിക്ക് ശരിയായ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ ബിസിനസ് ചെയ്യാൻ. നമ്മൾ സാധാരണയായിട്ട് പറയും ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടോ എന്നുള്ളത്. ഒരു ബിസിനസ് മൈൻഡ് എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് ഡെപ്തിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഷഹീർ നെയ്യൻ, ഓൺട്രപ്രനർ, ബിസിനസ് കോച്ച്. എന്താണ് ഒരു മൈൻഡ് സെറ്റ്? നിങ്ങൾ എങ്ങനെയാണ് ലോകത്തെ നോക്കിക്കാണുന്നത് എന്നുള്ള ചിന്താ രീതിയാണ് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്താണ്, നിങ്ങൾ എങ്ങനെ ഈ ലോകത്തെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ചെയ്യുന്ന ആളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിരന്തരം ഇവോൾവ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആവാനും പറ്റുന്ന, നിരന്തരം ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് വേണ്ടത്. ഒരിക്കലും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള, അതായത് നമ്മൾ കണ്ടൊരു കാര്യം നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മളൊരു പ്രതിസന്ധി കാണുമ്പോൾ അയ്യോ ഞാൻ സ്റ്റക്കായി പോയി, ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ സ്റ്റക്കായി പോകുന്ന ഒരാൾക്ക് ബിസിനസ് പറഞ്ഞതല്ല. നിരന്തരം ഓരോ പ്രതിസന്ധികൾ കാണുമ്പോഴും ഓരോ തടസ്സങ്ങൾ കാണുമ്പോഴും ഇതിനെങ്ങനെ ക്രിയേറ്റീവായിട്ട് മറികടക്കാം, ഇതിനെങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാം, എന്താണ് ഇതിനകത്തുള്ള അവസരം എന്നുള്ളത് കണ്ടെത്തുകയും അതിൽ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അതിനെ മറികടക്കുകയും അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീനെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുടെ പ്രത്യേകത. സോ എങ്ങനെയാണ് ഒരാൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുക? ഏതൊരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിക്കും പറയാൻ ഒരുപാട് പരാജയത്തിൻ്റെ കഥകൾ ഉണ്ടാവും. അവർ ആ പരാജയത്തിനെ ഒരു എൻഡായിട്ട് കണ്ടില്ല. ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ പരാജയത്തെ അവസാനമായിട്ട് കാണുമ്പോൾ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ പരാജയത്തിനെ പുതിയൊരു തുടക്കമായിട്ട് കാണും. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ പുതിയൊരു തുടക്കമായിട്ട് കാണും എന്നുള്ളതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുടെ പ്രത്യേകത. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മൾ സ്റ്റക്കായി പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് ഈ സിറ്റുവേഷൻ എന്നെ പഠിപ്പിക്കുന്നത്, ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചെടുക്കാനുള്ളത്. ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഓൺ ആക്കുക എന്നുള്ളതാണ് ബിസിനസ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണോ ഞാൻ, അല്ല ഞാൻ എനിക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. മൈൻഡ് സെറ്റ് എന്നുള്ളത് നമ്മൾക്ക് ജന്മനാ കിട്ടുന്നത് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഇന്ന് മുതൽ ശരിയായ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ജേണിയാണ് ഒരു ഓൺട്രപ്രനർ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു പെർഫെക്റ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതും നിരന്തരം എങ്ങനെയാണ് പ്രോപ്പർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. ഒരു ബിസിനസ് എത്ര ഇവോൾവ് ചെയ്യും എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ചെയ്യുന്ന ആൾ എന്തുമാത്രം ഇവോൾവ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്തുമാത്രം ഗ്രോ ചെയ്യാൻ റെഡിയാണോ അത്രയും നിങ്ങളുടെ ബിസിനസ്സും ഗ്രോ ചെയ്യുന്നുണ്ടാവും. സോ ഇന്ന് മുതൽ തീരുമാനിക്കുക, റൈറ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു എക്സസൈസ് ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനകത്ത് ശരിയായ രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ നിങ്ങൾക്കൊരു പ്രതിസന്ധി, ഒരു പ്രശ്നം വരികയാണെങ്കിൽ, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ടാണ് ആദ്യം വരുന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് പോസ് ചെയ്യുക. എന്നിട്ട് ചോദിക്കുക, എനിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? ഹൗ ക്യാൻ ഐ ഡു ദിസ്? ഹൗ ക്യാൻ ഐ ഫിഗർ ഔട്ട്? എന്താണ് ഇതിനകത്തുനിന്ന് എനിക്ക് കണ്ടെത്താനുള്ളത് എന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. റൈറ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഹൗ ക്യാൻ ഐ ബിൽഡ് ദിസ് എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ശരിയായൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ജേണിയിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ പറ്റും. സോ നിങ്ങളുടെ ബിസിനസ് ജേണിയിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ജേണിയിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോകളിൽ കൂടുതലായിട്ട് മൈൻഡ് സെറ്റിനെ കുറിച്ചും ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ചും ബിസിനസ് മൈൻഡ് സെറ്റിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.